നമുക്ക് ആരോട് ഇഷ്ടം തോന്നിയാലും അത് തുറന്നു പറയണമെന്നുള്ളതാണ്. വ്യക്തിയെയും സാഹചര്യത്തെയും നോക്കണം. അതായത് ഒരു റിട്ടയർഡ് മിലിറ്ററി ഉദ്യോഗസ്ഥൻ്റെ ഒരു അനുഭവകഥയാണ് ഞാൻ പറയുന്നത്. അയാളുടെ ഭാര്യയെ എപ്പോഴും കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നു. അയാൾക്ക് സ്നേഹം പ്രകടിപ്പിക്കാനേ അറിയില്ലായിരുന്നു. അയാൾ എപ്പോഴും പട്ടാളച്ചിട്ടയിലാണ് തൻ്റെ ഭാര്യയോട് പെരുമാറിയിരുന്നത്. എപ്പോഴും മനസ്സിൽ സ്നേഹം അടക്കി പിടിച്ചിരിക്കും, പക്ഷെ ഒരു തരി പോലും പ്രകടിപ്പിച്ചില്ല. ഒരു ദിവസം അവർക്ക് പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് സുഖമില്ലാതെ വരികയും അവരെ ICUയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഇയാൾ അവിടെ എത്തിയപ്പോഴത്തേക്കും അവരുടെ മരണം സംഭവിച്ചിരുന്നു. അയാൾ അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു. കാരണം ഇത്രയും നാളും അയാളുടെ സ്നേഹം പ്രകടിപ്പിക്കാൻ അയാൾക്ക് കഴിഞ്ഞിരുന്നില്ല. അയാൾ വീട്ടിൽ വന്നതിന് ശേഷം അയാൾ വളരെയധികം സൈലൻ്റ് ആയിട്ടിരുന്നു. കാരണം വീട്ടിലെ ഒരു കാര്യങ്ങളും അയാൾക്ക് അറിയില്ല. അയാളുടെ ഡ്രസ്സ് വാഷ് ചെയ്യണം, ഫുഡ് കിച്ചൺ വർക്ക് എല്ലാം ചെയ്യണം, ഫുഡ് പ്രിപ്പയർ ചെയ്യണം, ഒന്നും അയാൾക്ക് അറിയില്ല. വീട്ടിലെ ഒരു വസ്തു എവിടെ ഇരിക്കുന്നത് പോലും അയാൾക്ക് അറിയില്ല. അപ്പോഴാണ് അയാളുടെ ഭാര്യയുടെ പ്രാധാന്യം മനസ്സിലാക്കിയത്. തന്നെ എന്തുമാത്രം കെയർ ചെയ്തിരുന്നു, എന്തുമാത്രം ശ്രദ്ധിച്ചിരുന്നു തൻ്റെ വൈഫ് എന്നയാൾ മനസ്സിലാക്കി. ഇതൊരു അനുഭവ കഥ തന്നെയാണ്. ഇനി എന്തോരം മുന്നോട്ട് ഒറ്റയ്ക്ക് ജീവിതം തുഴഞ്ഞു നീക്കണം എന്നയാൾ ഭാരത്തോടു കൂടി ചിന്തിച്ചു. തൻ്റെ ഭാര്യ ഇല്ലാത്ത ആ നിമിഷം അയാൾക്കത് സങ്കല്പിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. അയാൾക്ക് ഏറ്റവും കുറ്റബോധം ഒരു തരി സ്നേഹം പോലും പ്രകടിപ്പിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെല്ലാവരും മനസ്സിലാക്കുക, നമുക്ക് നമ്മളുടെ കൂടെയുള്ളവരോടും, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആയാലും, നമ്മളറിയുന്ന ആളുകളായാലും നമ്മളുടെ മനസ്സിൽ സ്നേഹം ഉണ്ടെങ്കിൽ അത് അവരോട് തുറന്നു പറയുക, പ്രകടിപ്പിക്കുക. അതിന് പിശുക്ക് കാണിക്കേണ്ട കാര്യമില്ല. അവരെന്തും ചിന്തിച്ചോട്ടെ, ഒരുപക്ഷെ അവരത് തള്ളിപ്പറയുമായിരിക്കാം. എന്നാലും പ്രകടിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കടമ തന്നെയാണ്. കാരണം അവർ നഷ്ടപ്പെടുമ്പോഴാണ് അതിൻ്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കുന്നത്.